നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസംബർ 28 തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി ചോദ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2023 പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആര്? ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2023 പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ചിരാഗ് സെൻ ആണ്. ചിരാഗ് സെന്നിന്റെ പടം ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ 150ാമത് ജന്മദിന വാർഷികം ആഘോഷിച്ച സാമൂഹിക പരിഷ്കർത്താവ്. അടുത്തിടെ 150ാമത് ജന്മദിന വാർഷികം ആഘോഷിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. നമുക്ക് കേരള റിനൈസൻസിലും അതുപോലെ തന്നെ കേരള ഹിസ്റ്ററിയിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പം നമ്മുടെ വരും ക്ലാസ്സുകളിൽ ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. കാരണം ഡിസംബർ 31 വരെ എന്തുള്ളൂ, LDCയുടെ കോഴ്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിസംബർ 31 ശേഷം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പേയ്മെന്റോട് കൂടിയിട്ടായിരിക്കും നമ്മുടെ ആപ്പിൽ അസസ് കിട്ടുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, 2023 ഡിസംബറിൽ കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് പശ്ചിമഘട്ടത്തിലെ അത്യപൂർവമായ യുറേഷ്യൻ നീർനായയെ കണ്ടെത്തിയത്? ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം. 2023 ഡിസംബറിൽ കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് പശ്ചിമഘട്ടത്തിലെ അത്യപൂർവമായ യുറേഷ്യൻ നീർനായയെ കണ്ടെത്തിയത്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്, ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, റിലയൻസ് ജിയോ അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിന്റെ പേര്? റിലയൻസ് ജിയോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമാണ് ഭാരത് GPT. ക്ലിയർ ആണല്ലോ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. LDC ആണെങ്കിലും LGSനാണെങ്കിലും 20 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ്. നിങ്ങൾ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം, IMAയുടെ ദേശീയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന മലയാളി ആരാണ്? ഡോക്ടർ RV അശോകനാണ്. ഡോക്ടർ RV അശോകനാണ് IMAയുടെ ദേശീയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന മലയാളി. അപ്പൊ നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം, 3D പ്രിന്റിംഗ് വഴി മുഖഭാഗങ്ങൾ മാറ്റിവെക്കുവാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനം? 3D പ്രിന്റിംഗ് വഴി മുഖഭാവങ്ങൾ മാറ്റിവെക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? IIT മദ്രാസ്. ഓക്കെ, മറക്കരുത്, ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏഴാമത്തെ ചോദ്യം, PSLVയുടെ 60ാമത് ദൗത്യമായ എക്സ്പോസാറ്റ് വിക്ഷേപിക്കുന്നത് എന്നാണ്? 2024 ജനുവരി 1 PSLVയുടെ 60ാമത് ദൗത്യമായ എക്സ്പോസാറ്റ് വിക്ഷേപിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എട്ടാമത്തെ ചോദ്യം, മുൻ കരസേനാ മേധാവിയായിരുന്ന ജനറൽ മനോജ് മുകുന്ദ് നരവാനയുടെ ആത്മകഥ? മുൻ കരസേനാ മേധാവിയായിരുന്ന ജനറൽ മനോജ് മുകുന്ദ് നരവാനയുടെ ആത്മകഥയുടെ പേരാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്, ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ അവസാനത്തെ ചോദ്യം, കായിക വകുപ്പ്, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ, സ്പോർട്സ് കൗൺസിൽ എന്നിവയുടെ നേതൃത്വത്തിൽ, ആരുടെയൊക്കെയാണ്? കായിക വകുപ്പ്, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ, സ്പോർട്സ് കൗൺസിൽ എന്നിവയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര കായിക സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വേദികൾ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് കുറെ വേദികളുടെ കറണ്ട് അഫയേഴ്സിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ കറണ്ട് അഫയേഴ്സ് വീഡിയോസ് എല്ലാവരും കാണുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുവാണ്. LDC LGS അതുപോലെ തന്നെ വരുന്ന SI LP UP എക്സാംസിനൊക്കെ ആയിട്ടുള്ള പ്രിപ്പറേഷൻസിന് റൂട്ടഡ് ആപ്പും ദൃഷ്ടി ന്യൂസും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.